पाएंगे। इनने खुद मार दिए थे, फिर इनकी समाधि यहीं बनाई गई थी। इनकी यही नाले में घोड़ा कूदा नहीं पाया था। अच्छा, घोड़े के साथ था? हाँ, घोड़े के साथ। रानी लक्ष्मी, लक्ष्मी रानी दुर्गा। ആ റാണി ദുർഗാവതിയുടെ സമാധിയാണിത്. ഇതിന് ഇതാണ് ആ പുള്ളിക്കാരി. ഇതിന് പുറകിൽ ഒരുപാട് ഐതിഹ്യമുണ്ട്. എന്താണ് തേങ്ങാന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇയാൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരളം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും സ്റ്റോറിയും എന്തൊക്കെയോ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററിയുടെ പുറകെ പോലെ നമുക്കിതൊക്കെ മനസ്സിലാവും. ഈ സെയിം സംഭവം വയനാട്ടിലൊന്നുണ്ട്. ഇതാണ് ആ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക വീരചരിത്ര കഥ. വീർ നാരായൺ. ഓക്കെ, ഒരു ലേഡിയാണിത്. അതിൻ്റെ ചെറിയൊരു പാർക്ക് പോലെ, അതിൻ്റെ സ്മരണക്ക് പാർക്ക് പോലെ ഉണ്ടാക്കിയൊരു സംഭവം ഇത്. എന്തായാലും സംഭവമൊക്കെ അടിപൊളിയാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. ചെറിയൊരു മിനി പാർക്ക് എന്നൊക്കെ പറയാമല്ലോ. इसका नाम क्या था भाई? रानी दुर्गावती। हाँ, रानी दुर्गावती समाधि। हाँ, रानी दुर्गावती समाधि। यहाँ का पूरा सीन ले लेना सर। हाँ, पूरा उस तरफ से लेना। वो रानी की फोटो भी आई। हाँ, वहाँ का भी रानी की फोटो भी आई। ഇതാണ് സ്ഥലം. പക്ഷെ എന്തായാലും നമ്മുടെ നാട് കേരളം അത് വേറെ തന്നെ വൈബാണ്. ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ആക്ച്വലി. പക്ഷേ ഇവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരുവിധ പ്രതീതിയും കാണുന്നില്ല. ജസ്റ്റ് ഒരു ആക്കി വെച്ചിട്ടുണ്ട് സ്മരണക്കായിട്ട്, അതിൻ്റെ എന്താ പറയുക ഓർമ്മക്കായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കണ്ടോ. പിന്നെ എന്താ പറയുക ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെയോ എന്താ പറയുക കുതിരപ്പുറത്തുനിന്ന് വീണ് സമാധി എന്നൊക്കെ പറയുന്ന കേട്ടത്. എന്താണെന്ന് ഇനിയിപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ ആക്ച്വലി. ചെറിയൊരു ഡാമല്ല, ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പാർക്ക് ഇവിടെ തന്നെ ഉണ്ട്. സെയിം സ്ഥലത്ത് തന്നെ ഒരു തേക്ക് കാടാണിത്. ഇവിടെയൊക്കെ ഒരുപാട് കപ്പിൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ആർമിക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് സ്ഥലം.